അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ദേശീയപാത അതോറിറ്റി. സംഘം അപകടസ്ഥലത്ത് പരിശോധന നടത്തും. നിർഭാഗ്യകരമായ സംഭവമെന്ന് NHAI. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്തരത്തിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ പണി എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നതിലുപരിയായി ഓരോ ഇടത്തും ഏത് രീതിയിലായിരിക്കണം ഈ നിർമ്മാണം, അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയാണ്, അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരുടെ ആവശ്യം എന്താണ്, ഈ മട്ടിലൊക്കെ ആ വികസനം ഒന്ന് ടൈലർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്? കൃഷ്ണ, അരൂരി അപകടത്തിന് പ്രധാന കാരണം സുരക്ഷാ മുൻകരുതലുകളിലെ വീഴ്ചയാണ് എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ്, ഈ അപകടത്തിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കാനാണ് നിലവിൽ ദേശീയപാത അതോറിറ്റി ഒരു വിദഗ്ധ സമിതിയെ അതിന്റെ വിശദമായ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ പരിശോധന അപകട സ്ഥലത്ത് നടത്തും എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ ഡൽഹിയിൽ നിന്ന് ആളുകൾ, ഇവരുടെ വിദഗ്ധ സംഘം ഇന്ന് തന്നെ കേരളത്തിലെത്തും. അതിനുശേഷമായിരിക്കും പരിശോധന എന്നുള്ളതാണ് പറയുന്നത്. ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒപ്പം ഈ അപകട സ്ഥലത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നടക്കമാണ് പരിശോധിക്കുന്നത്. നിലവിൽ സ്വകാര്യ കമ്പനിയായ അശോക ബിൽഡിംഗ് കോൺ എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം കരാർ ഏറ്റെടുത്ത് നിർമ്മാണ ജോലികളുമായി മുന്നോട്ട് പോകുന്നത്. ആ കമ്പനി ഇപ്പോൾ 25 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇവരുടെ നഷ്ടം എന്നുള്ളതും ഇവിടെ എത്തുന്ന ആളുകൾ ഇപ്പം അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയടക്കം സന്ദർശനം നടത്തിയിരുന്നു. എന്തായാലും സർക്കാരിന്റെ അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ അല്പസമയത്തിനുള്ളിൽ തന്നെ കുടുംബത്തിന് കൈമാറും. അത് സംസ്കാര ചടങ്ങുകളടക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ 2 ലക്ഷം രൂപ കൈമാറുന്നത്. ഇന്ന് തന്നെ സംസ്കാരം നടത്തും എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. കൊച്ചിയിൽ നിന്ന് തിരിച്ചാൽ ഇവിടേക്ക് എത്താനുള്ള സമയത്തിന് ശേഷം വൈകുന്നേരത്തോടു കൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി. ഇത്തരത്തിൽ ഇനി ഒരു ജീവൻ കൂടി പൊലിയാതെ പോകട്ടെ, ആർക്കും പരിക്കേൽക്കാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.